സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സ്തോത്രം. ഒരു വേദഭാഗം വായിക്കാം. എസെക്കിയേൽ 1:13 വായിക്കാം. എസെക്കിയേൽ 1:13. ഉയരത്തിൽ നിന്ന് അവൻ എന്റെ അസ്ഥികൾ തീ അയച്ചിരിക്കുന്നു, അത് കടന്നു പിടിച്ചിരിക്കുന്നു. എന്റെ കാലിന് അവൻ വല വിരിച്ചു, എന്നെ മടക്കി കളഞ്ഞു. അവൻ എന്നെ ശൂന്യതയും നിത്യരോഗിണിയും ആക്കിയിരിക്കുന്നു. ഏതാ വായിച്ചത്? അയ്യോ, സോറി വാസേ, തെറ്റുപോയി. എസെക്കിയേൽ 1:13. എസെക്കിയേൽ 1:13. ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. സ്തോത്രം. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിവിടെ വായിച്ച വേദഭാഗം, അതായത് സ്തോത്രം, 4 ജീവികൾ, കെരൂബുകൾ. ഈ അധ്യായം 1 മുതൽ വായിക്കുമ്പം കെരൂബുകളുടെ മധ്യത്തിലുള്ളതായ കാര്യങ്ങളാണ് ഇവിടെ വായിച്ചിരിക്കുന്നത്. സ്തോത്രം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ, ബൈ ദ വേ, ദൈവ പൈതലിൻ്റെ സ്വർഗത്തിലെ തേജസ് എങ്ങനെ? ദൈവ പൈതലിൻ്റെ സ്വർഗത്തിലെ തേജസ് എങ്ങനെ? ഹൗ ഈസ് ദ ഗ്ലോറി ഓഫ് ദ ചൈൽഡ് ഓഫ് ഗോഡ്? ദാറ്റ് ഇസ് എ ടോപ്പിക്. സ്തോത്രം. മനസ്സിലാക്കണം. നാം എല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, സ്വർഗത്തിൽ പോകും. പക്ഷേ അവിടുത്തെ തേജസ്സിൻ്റെ കാര്യം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതിനാണ് ഈ വിഷയം എടുത്തത്. സ്തോത്രം. ഇതിൽ ചില ആത്മീയ മർമ്മങ്ങൾ കിടപ്പുണ്ട്. തേജസ്. ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്, എല്ലാവരും സ്വർഗത്തിൽ പോകും. പക്ഷേ ഈ കെരൂബുകളെക്കുറിച്ചും സാറാഫുകളെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ചില മർമ്മങ്ങൾ കാണാൻ കഴിയുന്നത്, അതായത് നമുക്കൊരു കാര്യമുണ്ട്. അതിന് നമ്മളിതൊന്ന് വായിക്കും. അതായത് 1 കൊരിന്ത്യർ 6:3 വായിച്ച്. 1 കൊരിന്ത്യർ 6:3. 1 കൊരിന്ത്യർ 6:3. നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം. അപ്പൊ ദൂതന്മാരെ വിധിക്കുമെന്ന് ഇവിടെ പറയുന്നു. എങ്ങനെയുള്ളവർ? ഇവിടെ ദൂതന്മാരെ വിധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ സൂസമ്മ തോമസ് മനസ്സിലാക്കിയിരിക്കുന്നത്? ദൂതന്മാരെ വിധിക്കുന്നത് ആരെ വിധിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്? അറിയാവുന്ന ദൈവങ്ങളും ഉത്തരം പറഞ്ഞാട്ടെ. ഈ ദൂതന്മാരെ വിധിക്കുന്നത് ആരെ വിധിക്കുന്ന കാര്യം പറഞ്ഞത്? വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് യെസ് വെരി ഗുഡ്, വണ്ടർഫുൾ. അതായത് സൂസൻ അല്ല, നമ്മുടെ സിസ്റ്റർ ബോസ്റ്റൺ. യെസ്, പേര് എനിക്കറിയാം, അത് മനസ്സിലായി. അതാ വേണം. നമ്മുടെ ബൈബിൾ പഠിച്ചിട്ട് അറിയത്തില്ലേ? നമ്മൾ ദൂതന്മാരെ വിധിക്കുന്നു പറഞ്ഞിരിക്കുന്നത് എന്താ ഉത്തരം പറയാനുള്ള മടി ദൈവം മക്കളെ. സ്തോത്രം. നമ്മൾ അത് വായിക്കാം. 2 പത്രോസ് 2:4 വായിക്കാം. 2 പത്രോസ് 2:4 വായിച്ചേ. 2 പത്രോസ് 2:4. ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാക്കുവാൻ ഏൽപ്പിക്കുകയും മതി, അത്ര മതി. അപ്പം ഇവരെയാണ് വിധിക്കാൻ പോകുന്നത്. ആര്? നാം മതി. അപ്പം ദൂതന്മാരെ വിധിക്കണമെന്നുണ്ടെങ്കിൽ നാം ദൂതന്മാരെക്കാൾ ഒരു പടി ഉയരത്തിലോട്ട് പോകും. എന്നാലും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളെങ്ങനെ? അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ചിന്തിക്കാം. എബ്രായർ 2:6-7 വാക്യം വെച്ച്. എബ്രായർ 2:6-7 വാക്യം. അല്ലാതെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. ഓക്കെ. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന്
അവൻ എന്തുമാത്രം. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അപ്പൊ തേജസ്സും ബഹുമാനവും ഉണ്ട്, ദൂതന്മാരെക്കാൾ അല്പം ഇപ്പം താഴ്ത്തിയിട്ടിരിക്കുക. താറ്റാൻ കാര്യമില്ല. ഇത് ആദാം പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ട്. അപ്പം നമ്മൾ ഗ്രേഡിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൂതന്മാരെ വിധിക്കുന്ന ഒരു നിലവിലേക്ക് നാം എത്തും. ഇപ്പം നമ്മൾ വായിച്ചു, കെരൂബുകൾ തീയുടെ ശോഭയേക്കാൾ അത്യുജ്വലമായിരിക്കും നമ്മുടെ ശോഭ. ഇത് ആത്മീയ മർമ്മമായത്. എല്ലാവരും ആരൊക്കെ ഗ്രഹിക്കുന്നത് എനിക്കറിയത്തില്ല. അതൊന്നോ ഇത് പൗലോസ് റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, മർമ്മങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. അതായത് ഇത് പുതിയ ഭൂമിയിൽ പോയി കഴിഞ്ഞാൽ ഈ തേജസ് അത്ര ഉണ്ടോ തോന്നുന്നില്ല. ഞാൻ അതിനകത്ത് പഠിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പുതിയ യെരൂശലേമിൽ ഇപ്പം നമ്മൾ പാടിയല്ലോ, സിയോനെ എത്ര മനോഹരം ഇതിൻ്റെ വാസസ്ഥലം, സിയോനിലെ വാസസ്ഥലം, എന്ത് ആനന്ദം. അപ്പം അവിടെയുള്ളവരാണ്, ഈ ഹയർ ലെവലിൽ ചെല്ലുന്നവരാണ് ഈ ദൂതന്മാരെ വിധിക്കുന്ന പരിപാടിയിലേക്ക് വരുന്നത്. അപ്പം നമ്മളത് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഈ ഉത്ബോധം നമുക്കുണ്ടായിരിക്കണം, മനസ്സിലാക്കണം. പുതിയ യെരൂശലേമിൽ പോകാനുള്ളതായ താല്പര്യം നമുക്ക് എത്ര പേർക്കുണ്ട്? അതാണ് ചിന്തിക്കേണ്ടത്. അപ്പം നമ്മൾ സ്വർഗത്തിലാണോ, പുതിയ ഭൂമിയിലാണോ, ആകാശത്തിലാണോ, ഈ വിധ കാര്യങ്ങൾ നാം മനസ്സിലാക്കി എടുക്കുക. സ്തോത്രം. നമ്മൾ എന്തിനാ ഈ ടോപ്പിക് കൂടെ കൊണ്ടുവന്നത്? കെരൂബുകൾ. നമ്മൾ ഇപ്പം ഈ കെരൂബുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ചിറകുകളുണ്ട്, കാലുകളുണ്ട്, കണ്ണുകൾ ഉള്ള ജീവികളാണ് കെരൂബുകൾ. ദൈവ തേജസ്സിനോട് ബന്ധപ്പെട്ടാണ് കെരൂബുകൾ കാണപ്പെടുന്നത്. സാറാഫുകളും കെരൂബുകളും രണ്ട് വംശത്തിൽപ്പെട്ടവരാണെങ്കിലും ഇവർ നിരന്തരമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. സങ്കീർത്തനം 22:13 ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 22:13. 22:13 അലർന്ന സിംഹം പോലെ അവരുടെ നേരെ വായു പിളർക്കുന്നു. സുസമത്തോമസ് വായിച്ചത് സങ്കീർത്തനം 22:13. ഞാൻ പറഞ്ഞത് 13 പറഞ്ഞത്. 13 ഞാൻ എനിക്ക് 22:3. സോറി, 22:3. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. സ്തുതികളിന്മേൽ വസിക്കുന്നവൻ നീ പരിശുദ്ധനാണ്. അപ്പോൾ സ്തുതികളിന്മേൽ വസിക്കുന്നവരാണ്. ഓക്കെ, നമ്മൾ ഒരു അല്പം മുമ്പ് ഞാൻ മർമ്മത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാനത് വായിക്കാം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കാം. റോമാലേഖനത്തിൽ 16-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി എന്നൊരു പദം കൊടുത്തിട്ടുണ്ട് പൗലോസ്. റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി, അതായത് മർമ്മത്തിൻ്റെ വെളിപ്പാട്. ഓക്കെ, ഇത് ദൈവമക്കൾ എത്ര പേര് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാപിക്കുന്നുണ്ട്? മർമ്മത്തിൻ്റെ വെളിപ്പാട്. ഇതെല്ലാവർക്കും അത് നമ്മൾ പ്രാപിക്കണം. അതാണ് ഇവിടെ നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. കെരൂബുകൾ തേക്കാട്ടിൽ ശോഭയോട് കൂടെയാണ് ഈ കെരൂബുകൾ അധിവസിക്കുന്നത്. അപ്പോൾ ഈ കെരൂബുകളെക്കാൾ നാം പുതിയ യെരൂശലേമിൽ, പുതിയ സിയോനിലും ചെല്ലുമ്പോൾ ഇതിൻ്റെ ഉയരങ്ങളിലേക്കാണ്. അതായത് നാം ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തോ? ദൂതന്മാരെ വിധിക്കണമെങ്കിൽ ദൂതന്മാരെക്കാൾ ഹയർ ഗ്രേഡിലോട്ട് നാം പോകണം, ആണല്ലോ. ഇപ്പോൾ ഇവിടെ ജഡ്ജിമാരുണ്ട്, സുപ്രീം കോടതി ജഡ്ജിയുണ്ട്. നമ്മളും ജഡ്ജിയായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുമോ? നമ്മളെക്കാൾ ഹയർ ഗ്രേഡിലാണ് ജഡ്ജിമാരിരിക്കുന്നത്, നമുക്കറിയാമല്ലോ. യു നോ ദാറ്റ്. അപ്പോൾ ഇതുപോലെ വെളിപ്പാടിൻ്റെ മർമ്മം ദൈവമക്കൾ ഗ്രഹിക്കുന്ന ഈ കാലങ്ങളിൽ, സ്തോത്രം. ഇതിങ്ങനെ കേട്ടിങ്ങനെ ഇരുന്ന് പ്രസംഗങ്ങൾ ഒരുപാട് കേൾക്കുന്ന, നല്ല കേൾക്കേണ്ടതെന്ന് ഞാനിവിടെ പറഞ്ഞില്ല. പക്ഷെ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സിസ്റ്റർ ബോസ്റ്റൺ നല്ല ഉത്തരം പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. താങ്ക് യു. അതെ, ലൂയ്യ. അപ്പം ഈ കെരൂബുകളിന്മേൽ 99-ാം സംഘത്തിന് 1-ാം വാക്യം വായിച്ച് 99-1 വായിച്ച് 99:1. യഹോവ വാഴുന്നു, ജാതി ഉറയ്ക്കട്ടെ,
അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. കെരൂബുകളുടെ മീതെ വസിക്കുകയാണ്. കണ്ടോ, ഇവിടെ ഒരു മർമ്മം കിടപ്പുണ്ട്. യഹോവ കെരൂബുകളുടെ മീതെ വസിക്കുകയാണ്. നാം അതായത് പുതിയ യെരൂശലേമിൽ ചെല്ലുന്ന ഈ അഭിഷേകം പ്രാപിച്ച നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിലെ കൊണ്ട് എപ്പോഴും വായിക്കുന്നതാണ് അല്ലേ. നിക്കോദീമോസിനോട് കർത്താവ് പറഞ്ഞല്ലോ, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയും. വീണ്ടും ജനനം ഉണ്ടെങ്കിൽ, വീണ്ടും ജനനം ഉണ്ടെങ്കിൽ അത് പുതിയ ഭൂമിയിലാണ് കാണുന്നത്. വ്യത്യാസമുണ്ട്. അതാ പറഞ്ഞത് ഇപ്പം വായിച്ചത് റോമാലയത്തിൽ പറഞ്ഞത്. അതായത് മർമ്മങ്ങൾ ഇത് വായിച്ചല്ലോ. മിസ്റ്ററി ഓഫ് ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി, അതായത് മർമ്മത്തിൻ്റെ വെളിപ്പാട് പ്രാപിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലാത്തവർ പറഞ്ഞ് ഇതൊട്ടും പിടികിട്ടത്തില്ല. ഓക്കെ, സ്വതന്ത്രം. അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക് എടുത്തത്. അപ്പം ആരാധനയോടുള്ള ബന്ധത്തിൽ സാറാഫുകളും കെരൂബുകളും മുൻപിലാണ്. അപ്പം എല്ലാ സ്വർഗജാലകങ്ങളും ദൈവ തേജസ്സിനെ പറ്റി നിശബ്ദമായും ശബ്ദമാനമായിട്ടും വർണ്ണിക്കുന്നുണ്ട്. നമുക്കറിയാം ആദാമിൻ്റെ ഉപയോഗിച്ച 3 വായിക്കണ്ട, 3:24 കാണുന്നുണ്ട്. ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബുകൾ കാവൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ പുറപ്പാട് ഞാൻ അധ്യായം പറയാം, സമയമില്ലാത്തതുകൊണ്ട്. 25-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ളത് അവിടെ വായിക്കുന്ന നല്ലതായിരിക്കും. കെരൂബുകളെ സംബന്ധിച്ച് 25-ാം അധ്യായം 18 മുതൽ 20 വരെ ഒന്ന് വായിച്ച്. പുറപ്പാട് 25, 18 മുതൽ 20 വരെ. 18 മുതൽ 20 വരെ. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിന് 2 അറ്റത്തും അടുപ്പുപണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിന് 2 അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം. അതെ, കെരൂബുകളെ കാര്യങ്ങളിവിടെ കണ്ടല്ലോ. അപ്പം സമാഗമന കൂടാരത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തെ കൃപാസനത്തിന് മുൻപിൽ ചിറക് വിടർത്തി നിൽക്കുന്ന സ്വർണ്ണനിർമ്മിതമായ 2 കെരൂബുകൾ കാവൽക്കാരായി ഇവിടെ കാണുന്നത്. അരൂപികളാകിയാൽ മനുഷ്യദൃഷ്ടികൾക്ക് അത് ദൃശ്യമല്ല, നമുക്കറിയത്തില്ല. മരുവാസികൾക്ക് കെരൂബുകൾ കാവൽ മാലാഖമാരായിരുന്നു. ദേവാലയത്തിലെ അതിപരിശുദ്ധ സ്ഥലം കാത്തു സൂക്ഷിക്കുന്ന മാത്രമല്ല, വിശുദ്ധന്മാർക്കായി പല കാര്യങ്ങൾ നിർവഹിക്കുകയും ഈ കെരൂബുകൾ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ ജനങ്ങളുടെ പ്രതിനിധിയായി പുരോഹിതൻ യാഗരക്തമായി വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ മഹാപുരോഹിതൻ്റെ ഈ അവകാശത്തെ കെരൂബുകൾ കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ കർത്താവായ യേശുവിൻ്റെ കാൽവരി മരണത്താൽ തൻ്റെ രക്തം മുഖാന്തരം ആർക്കും ധൈര്യത്തോടുകൂടി കൃപാസനത്തിലേക്ക് ചെല്ലുവാൻ കഴിയുന്ന നമുക്കറിയാവുന്ന കാര്യമാണത്. അപ്പോൾ വിശ്വാസികളിൽ നിന്നും അതിപരിശുദ്ധ സ്ഥലത്തെ മറച്ചു സൂക്ഷിച്ചിരുന്ന മന്ദിരത്തിലെ തിരശ്ശീല ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി മുകൾ തൊട്ട് അടിയോരെയും ചീന്തിപ്പോയി നമുക്കറിയാം ആണ്. അപ്പം വിശ്വാസിക്ക് പോലും ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തെ കെരൂബുകൾ തടയുന്നില്ല. ആത്മീയ മർമ്മം മനസ്സിലായി നീ വിചാരിക്കുന്നു. മറ്റേ പഴയ നിയമകാലത്ത് കെരൂബുകൾ അവിടെ കാവലുണ്ട്. മഹാപുരോഹിതന് 1 വർഷത്തിൽ ഉള്ളു. പക്ഷെ പുതിയ നിയമത്തിൽ വന്നപ്പോൾ നമുക്കിപ്പം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്. കെരൂബുകൾ തടയുന്നുമില്ല. അപ്പം കെരൂബുകൾക്ക് മുകളിലാണ് ആര്? ഒരു ദൈവവൈതൽ അത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആയിരിക്കുന്നത് ഉണ്ട്. അപ്പം കെരൂബുകൾ നമ്മൾ യെഹെസ്കേൽ വായിച്ചു അല്ലേ? വായിച്ചു ഓർമ്മയുണ്ടല്ലോ. തീയെക്കാട്ടിലും ശോഭയാണ് മധ്യത്തിലാണ് കെരൂബുകളായിരിക്കുന്നത്. അപ്പം നാം സ്തോത്രം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഇന്നത്തെ ലെവലൊക്കെ മാറാൻ പോവുകയാണ് കേട്ടോ. പക്ഷെ അത് പ്രാപിക്കണം. അവിടെ ചെല്ലാൻ, പുതിയ യെരൂശലേമിൽ ചെല്ലാനുള്ളതായ ആ പ്രാഗൽഭ്യം നേടിയെടുക്കണം. അതാ പറഞ്ഞത്. സ്തോത്രം. പൗലോസ് റോമാലയത്തിൽ പറഞ്ഞത് മർമ്മത്തിൻ്റെ വെളിപ്പാട് പ്രാപിക്കണം. സ്തോത്രം.
റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. റോമാലേഖനം 16 അധ്യായത്തിലുണ്ട്, അത് വായിച്ചു പഠിക്കും. റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി അത് പഠിക്കണം. അത് പഠിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലെവലിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ, അല്ലേ? എനിക്കെങ്ങനെ സ്വർഗത്തിൽ പോയാൽ അതല്ല ദൈവം. നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. സ്തോത്രം. ഇവിടെ അതെ, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് വരുമ്പോൾ അറിയാം സമയം. ഓക്കെ. അപ്പോൾ സ്വർഗത്തിലെ ദൂതസഞ്ചയങ്ങൾ എത്രമാത്രം ശോഭയുള്ളവർ ആണെങ്കിലും സർവശോഭയുടെയും ഉറവിടമായ ദൈവ കുഞ്ഞാടിന് മുൻപിൽ സകലരും കേവലം നിഷ്പ്രഭ മാത്രമാണെന്ന് നമ്മൾ അറിയണം. സ്തോത്രം. അപ്പോൾ അവിടുത്തെ തിരുമുമ്പിൽ മാത്രമാണ് സ്വർലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലികൾ മടങ്ങുന്നത്. നമ്മൾ കെരൂബുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ വിവരണം നമുക്ക് ലഭിക്കുന്നത് പ്രവാചക പുസ്തകങ്ങളിൽ യെഹെസ്കേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്, 9-ാം അധ്യായത്തിലുണ്ട്, 10-ാം അധ്യായത്തിലുണ്ട്. കെരൂബുകളെക്കുറിച്ചൊക്കെ നമുക്ക് കാണുന്നുണ്ട്. സ്തോത്രം ആണ്. ഇപ്പം നമ്മൾ യെഹെസ്കേൽ 1:13 നമ്മൾ വായിച്ചത്, 1:13. യെസ്, 1:13. സഹോദരി ഒന്നുകൂടെ വായിച്ചേ. യെഹെസ്കേൽ 1:13 ഒന്നുകൂടെ വായിച്ചേ. ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും തന്തങ്ങൾ പോലെയും ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതാണ്. ഓ ഗ്ലോറി. ഇതിൻ്റെ ഹയർ ഗ്രേഡിലോട്ടാണ് നാം പോകാൻ പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലണം, സ്വർഗീയ യെരൂശലേമിൽ ചെല്ലണം. അത് വേറെ ഡിപ്പാർട്ട്മെൻ്റാണ്. മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകാത്തവർ പറയും അല്ലേ, ചിലപ്പം മനസ്സിലാകത്തില്ലായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം ബൈബിളിൽ ദൂതന്മാരെ കുറിച്ച് ഉള്ള വിവരങ്ങളൊക്കെ നിഗൂഢമായ കാര്യങ്ങളാണ്. ഒരുപാട് നിഗൂഢമായ കാര്യങ്ങൾ 10-ാം അധ്യായത്തിൽ നമ്മൾ സ്വർഗത്തിലോ ദൈവിക മഹത്വത്തിനെയും തേജസ്സിനെയും കുറിച്ചൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഭാഗം വളരെ പ്രാർത്ഥനയോടുകൂടി വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ഉത്കൃഷ്ടമായ ആശയങ്ങൾ നിങ്ങൾക്ക് കിട്ടും. മിസ്റ്ററി സ്തോത്രം. റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി നിങ്ങൾക്ക് കിട്ടും. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുമില്ല. അത് പ്രാർത്ഥനയോടുകൂടി ഏറ്റെടുക്കുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പം സ്തോത്രം. അപ്പം ഫലപ്രദമായി വ്യാഖ്യാനിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുമാണ്. ഞാനിപ്പോൾ എത്ര പറഞ്ഞാലും അത് ചിലർക്ക് മനസ്സിലാകും, ചിലർക്ക് മനസ്സിലാകത്തില്ല. അതാ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം ദൈവവചനം പഠിച്ചാൽ ദൈവത്തിൻ്റെ അധിവാസം കെരൂബുകളുടെ മധ്യേ ആണ്. ഒന്ന് വായിക്കാം. 1 ശമൂവേൽ 4:4 വായിച്ചേ. 1 ശമൂവേൽ 4:4 വായിച്ചേ. 1 ശമൂവേൽ 4:4. അങ്ങനെ ജനം ശിലോവിലേക്ക് ആളയച്ചു. അവർ കെരൂബുകളുടെ മധ്യേ അധിവസിക്കുന്നവനായ സൈന്യങ്ങൾ യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നു. ഏലിയുടെ 2 പുത്രന്മാരെ ഹൊഫ്നി ഫീനെഹാസ് ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പൊ കെരൂബുകളുടെ മധ്യത്തിൽ ഉള്ള ദൈവങ്ങളോടും. ഇനി ഇതൊന്ന് വായിക്കുക. 2 ശമൂവേൽ 6:2 എന്ന് വായിക്കുക. 2 ശമൂവേൽ 6:2. കെരൂബുകളുടെ മേലെ അധിവസിക്കുന്നതിനായ സൈന്യങ്ങൾ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലെ യഹൂദയിൽ നിന്നും കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടിയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. ആമേൻ. ഒരു വാക്കുകൾ വായിക്കാം. വാക്യങ്ങൾ വായിക്കുന്നേ ഉള്ളൂ കേട്ടോ. എന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമൊന്നുമില്ല. 2 രാജാക്കന്മാർ 19:15 വായിക്കും. 2 രാജാക്കന്മാർ 19:15. 19:15. യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. അപ്പൊ കെരൂബുകളിൽ മേൽ അധിവസിക്കുന്നവനായ ദൈവം മനസ്സിലാക്കണം. സ്തോത്രം. അപ്പൊ കെരൂബുകളെ കുറിച്ച് ഇപ്പം 5-10 മിനിറ്റ് ഞാനിപ്പോഴും സംസാരിച്ചു. ഒരുപാട് പറയാനുണ്ട്, ധ്യാനിക്കാനുണ്ട്, സമയമില്ല. അതുകൊണ്ട് സാറാഫ്
സാറാഫുകളും കെരൂബുകളും പ്രധാന ദൂതന്മാർക്ക് ശേഷമാണ് വരുന്നത്. സ്തോത്രം. അതായത് നമുക്കറിയാം, കർത്താവായ ക്രിസ്തുവിന് ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും കീഴ്പ്പെട്ടിരിക്കുകയാണ്. 1 പത്രോസ് 3:22 വായിക്കുന്നുണ്ട്. വായിക്കാൻ സമയമില്ല, അതൊന്നും വായിക്കുന്നില്ല. അപ്പം നമ്മൾ യെശയ്യാവ് 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ദൈവസിംഹാസനത്തിന് മുമ്പിൽ 6 ചിറകുള്ള ദൂതസഞ്ചയത്തെ കാണുന്നു. സാറാഫുകൾ നിരവധിയുണ്ട്. അത് സദാ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 1-2 മിനിറ്റേ ഉള്ളൂ. അതായത് യെശയ്യാവ് എടുക്കുക, സഹോദരി യെശയ്യാവ് എടുക്കുക. 6-ാം അധ്യായം 2-4 എന്ന് പറഞ്ഞാൽ 6-ാം അധ്യായം 2-4 വരെ. സാറാഫുകളുടെ ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളിൽ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പം സാറാഫുകൾ വളരെ സൗന്ദര്യമുള്ളവരാണ്. ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് മിന്നൽ പോലെ സഞ്ചരിക്കുവാൻ ഇവർക്ക് കഴിയും. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ വിശ്വാസികളെ ഒരുക്കുന്നത് സാറാഫുകളാണ്. അതിനായിട്ട് പ്രേരണ തരുന്നത് സാറാഫുകളാണ്. പരിഹാരം വരുത്തുന്നത് അതായത് നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അതൊന്ന് വായിക്കാം. ഈ യെശയ്യാവ് തന്നെ 6-ാം അധ്യായം 5 മുതൽ 7 വരെ വായിക്കാം. 5 മുതൽ 7 വരെ, സെയിം 5 മുതൽ 7 വരെ. അപ്പോൾ എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അകരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അകരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളെ യഹോവയെ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിലൊരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുതിര കൊണ്ട് ഒരു തീക്കല്ലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അംഗങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ. അപ്പൊ ഈ സാറാഫുള്ള ഒരാള് യാഗപീഠത്തിൽ നിന്നെടുത്ത കനൽ കൊണ്ട് അവനെ ശുദ്ധീകരിക്കുന്നു. അത് അല്പം മുമ്പേ ഞാൻ പറഞ്ഞത്, ചിലർക്ക് പിടികിട്ടി കാണത്തില്ല. അപ്പൊ സാറാഫുകൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്. ഇവിടെ യെശയ്യാവിനെ ശുദ്ധീകരിച്ചത് വായിച്ചല്ലോ. ഓക്കെ, സമയമായി, നിർത്തുവാണ്. അവിടെ ദൈവമക്കളെ, ഇത്രയും കാര്യം പറഞ്ഞിരുന്നൊരു കാര്യം മനസ്സിലാക്കണം. നാം ദൂതന്മാരെ വിധിക്കാൻ പോവുകയാണ്. നാം ഇപ്പം ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി ദൈവം ഇനി ഹയർ ഗ്രേഡിലോട്ട് പോകാൻ പോവുകയാണ്. ഇപ്പം അല്പമായിട്ട് സാറാഫിനെ കുറിച്ചോ അല്ലെങ്കിൽ കെരൂബിനെ കുറിച്ചോ കേട്ടു. ഈ ഇതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലേക്ക് പോകാൻ പോവുകയാണ്. പക്ഷേ അത് പുതിയ യെരുശലേമിൽ ചെല്ലണം, അല്ലെ സിയോന് ചെല്ലണം. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഈ മർമ്മം മനസ്സിലാക്കാൻ ഏറ്റെടുക്കുമോ? എൻ്റെ പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കിയാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.